നമ്മുടെ ഫോണിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത് ഇതെല്ലാം നമ്മുടെ ഫോൺ തന്നെ ട്രാക്ക് ചെയ്ത് തേർഡ് പാർട്ടി കമ്പനികൾക്ക് അയച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ ഫോണിലൂടെ എന്താണ് സംസാരിക്കുന്നത്, എന്താണ് കേൾക്കുന്നത്, എന്താണ് എഴുതുന്നത് എന്ന് വേണ്ട എല്ലാം തന്നെ അയച്ചു കൊടുക്കുകയാണ്. ഇതിലൂടെ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസുകൾ നഷ്ടപ്പെടുകയും അതുപോലെ തന്നെ ഇത് നമ്മുടെ ഫോണിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിരന്തരം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഫോണിൻ്റെ ബാറ്ററി പെട്ടെന്ന് തന്നെ തീർന്നു പോകാനുള്ള ഇടയും ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഓഫ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് നമുക്കിന്ന് ഈ വീഡിയോയിലൂടെ നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ നമ്മുടെ ചാനലിൽ ആദ്യമായിട്ടാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ഫോണിലുള്ള പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക എന്നുള്ളതാണ്. ഞാനിവിടെ ഈ ഫോണിലുള്ള പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുന്നുണ്ട്. നിങ്ങളും നിങ്ങളുടെ ഫോണിലുള്ള പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം മുകളിൽ നമ്മുടെ പ്രൊഫൈൽ ഐക്കൺ കാണാൻ സാധിക്കുന്നില്ല, അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം താഴേക്ക് സ്ക്രോൾ ചെയ്യുക. ഇവിടെ ഹെൽപ്പ് ആൻഡ് ഫീഡ്ബാക്ക് എന്നൊരു ഓപ്ഷൻ ഉണ്ടാകും ഏറ്റവും താഴെയായിട്ട്, അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഇത്ര കുറേ ഓപ്ഷൻസുകൾ നമുക്കിവിടെ ഇങ്ങനെ കാണാനായിട്ട് പറ്റും. ഒന്ന് ലോഡിംഗ് ആയതിനു ശേഷമായിരിക്കും വരിക. അപ്പോൾ കുറച്ചൊന്ന് താഴേക്ക് വരുമ്പോൾ ഇവിടെ ഒരു സെർച്ച് ബാർ കാണുന്നില്ലേ, സെർച്ച് ഹെൽപ്പ് എന്നുള്ളത്, അവിടെ നിങ്ങൾ ഡിലേറ്റ് എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഡിലേറ്റ് എന്ന് കൊടുത്തതിന് ശേഷം ഒന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ ഏറ്റവും മുകളിലായിട്ട് തന്നെ ഡിലേറ്റ് ആപ്സ് ഓൺ യുവർ ആൻഡ്രോയിഡ് ഡിവൈസ് എന്നൊരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കുന്നില്ലേ, അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ കുറച്ച് താഴേക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഇവിടെ ഡിലേറ്റ് ആപ്സ് ദാറ്റ് യു ഹാവ് ഇൻസ്റ്റാൾഡ് എന്ന് കാണുന്നില്ലേ, അതിൻ്റെ താഴെയായിട്ട് ടാപ്പ് ടു ഗോ ടു ആപ്ലിക്കേഷൻ സെറ്റിംഗ്സ് എന്നൊരു ഓപ്ഷൻ കാണുന്നില്ലേ നീല കളറിൽ, അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഫോണിലുള്ള ആപ്ലിക്കേഷനുകളൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. ഇതിൻ്റെ മുകളിലായിട്ട് നമുക്കൊരു സെർച്ച് ബാർ കാണാനായിട്ട് സാധിക്കുന്നില്ലേ, അവിടെ നിങ്ങൾ ആൻഡ്രോയിഡ് എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക. ആൻഡ്രോയിഡ് എന്ന് സെർച്ച് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ കുറച്ച് ആപ്ലിക്കേഷനുകൾ ഇവിടെ കാണാനായിട്ട് സാധിക്കും. അതിലൊരു ആപ്ലിക്കേഷൻ ആൻഡ്രോയിഡ് സിസ്റ്റം ഇൻ്റലിജൻസ് എന്നൊരു ഓപ്ഷൻ നമുക്ക് കാണാനായിട്ട് പറ്റുന്നില്ല, അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഈ ഒരു ആൻഡ്രോയിഡ് സിസ്റ്റം ഇൻ്റലിജൻസ് എന്നുള്ളത് നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങളും അതുപോലെ തന്നെ നമ്മൾ എന്തൊക്കെയാണ് എഴുതുന്നത് എന്ന് വേണ്ട എല്ലാ കാര്യങ്ങളും നിരീക്ഷിക്കുന്നുണ്ട്. നമ്മൾ ഇൻ്റർനെറ്റിലൂടെ എന്തെങ്കിലും കാര്യങ്ങൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ടുള്ള സജസ്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഫോണിലേക്ക് വരാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും കീബോർഡിലൂടെ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ആ ടൈപ്പ് ചെയ്യുന്നതിൽ സജസ്റ്റഡ് ആയിട്ടുള്ള വേർഡ്സുകൾ വരാറുണ്ട്. നമ്മൾ സംസാരിക്കുന്ന സമയത്തും ആ സംസാരിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള സജസ്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ഫോണിലേക്ക് വരുന്നത് നിങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. ഇതിനെല്ലാത്തിനും കാരണം ഈ ഒരു ആപ്ലിക്കേഷനാണ്. കാരണം ഈ ആപ്ലിക്കേഷന് ഒരുപാട് പെർമിഷനുകൾ ഇവിടെ നിലവിലായിട്ട് ഉണ്ടാകും, നമ്മൾ അറിയാതെ തന്നെ അത് ഉണ്ടാകും. അപ്പോൾ ഞാനത് നിങ്ങൾക്ക് ആദ്യം കാണിച്ചു തരാം, എന്തൊക്കെ പെർമിഷനുകളായിരിക്കും ഈ ഒരു ആപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഈ ആൻഡ്രോയിഡ് സിസ്റ്റം ഇൻ്റലിജൻസ് എന്നത് എടുത്തതിന് ശേഷം താഴെ ഇവിടെ പെർമിഷൻ എന്നൊരു ഓപ്ഷൻ ഉണ്ടാകും, അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ അലോഡായിട്ട് കിടക്കുന്ന പെർമിഷനുകൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾ നോക്കുക. കാൾ ലോക്സ്, ക്യാമറ, കോണ്ടാക്റ്റ്, ലൊക്കേഷൻ, മൈക്രോഫോൺ, നിയർ ബൈ ഡിവൈസ്, നോട്ടിഫിക്കേഷൻ, ഫോണ്, SMS. ഇത് മാത്രമല്ല, ഇത് നമ്മൾ കാണുന്നത് മാത്രമാണ് കാണിക്കുന്നത്. ഇതല്ലാതെ വേറെയും പെർമിഷനുകൾ ഒരുപാട് ഇതിൽ കിടക്കുന്നുണ്ട്. അതെങ്ങനെയാണ് നമ്മൾ നോക്കേണ്ടത് ഞാൻ കാണിച്ചു തരാം. മുകളിലായിട്ട് ഇവിടെ ഒരു 3 ഡോട്ട് കാണാനായിട്ട് പറ്റുന്നില്ലേ, അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ ആൾ പെർമിഷൻ എന്നുള്ളിൽ കൊടുക്കുക. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുക, റീഡ് കാൾ ലോഗ്സ്, അതായത് നമ്മളുടെ കാൾ ലോഗ്സ് വായിക്കാൻ അനുവാദം കൊടുക്കുന്ന ഒരു ഓപ്ഷനാണ് അത്. അതുപോലെ തന്നെ ക്യാമറ, നമ്മുടെ ഫോണിൻ്റെ ക്യാമറ, ടേക്ക് പിക്ചർ ആൻഡ് വീഡിയോസ്, ആ വീഡിയോസും പിക്ചേഴ്സൊക്കെ നോക്കാനുള്ള ഒരു അനുവാദം കൂടി നമ്മൾ കൊടുക്കുന്നത്. കോണ്ടാക്റ്റ്, റീഡ് യുവർ കോണ്ടാക്റ്റ്. അപ്പോൾ എത്രത്തോളം നമ്മുടെ ഫോണിൻ്റെ പേഴ്സണൽ ഡീറ്റെയിൽസുകൾ നഷ്ടപ്പെടുന്നുണ്ട്, നമ്മൾ അറിയാതെ നമ്മുടെ കാര്യങ്ങളൊക്കെ മറ്റുള്ള ആളുകളിലേക്ക് എത്തിച്ചേരുന്നുണ്ട് എന്നുള്ളതിന് ഒരു ഉത്തമ ഉദാഹരണമായിട്ടുള്ളതാണിത്. അതുപോലെ തന്നെ ഒരു താഴെ നോക്കുക, ലൊക്കേഷൻ, ആക്സസ് അപ്രോക്സിമേറ്റ് ലൊക്കേഷൻ ഓൺലി ഇൻ ദ ഫോർഗ്രൗണ്ട്, അതുപോലെ തന്നെ ആക്സസ് ലൊക്കേഷൻ ഇൻ ദ ബാക്ക്ഗ്രൗണ്ട്. ഇതെല്ലാം നമ്മുടെ ഫോണിൽ നിന്ന് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളെല്ലാത്തിനും അനുവാദം കൊടുത്തിട്ടുണ്ട്. മൈക്രോഫോൺ അനുവാദം കൊടുത്തിട്ടുണ്ട്, നിയർ ബി ഡിവൈസിന് അനുവാദം കൊടുത്തു, നോട്ടിഫിക്കേഷനുകൾക്ക്, ഫോണിന്, SMS-ന് എന്ന് വേണ്ട അതർ ആപ്സ് കാപ്പബിലിറ്റീസ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിലും ഉണ്ടാകും ഒരുപാട്. കണ്ടതാണ്, ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ഫോണിൽ ഇവിടെ അനുവാദം കൊടുത്തിരിക്കുകയാണ്, നമ്മൾ അലോ ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. നമ്മളുടെ കാര്യങ്ങളൊക്കെ എടുത്തോ എന്ന് വേണ്ടി നമ്മൾ അലോ ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇതൊക്കെ ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. അതിനായിട്ട് നമ്മളൊന്ന് ബാക്കിലേക്ക് തന്നെ വരിക. ബാക്കിലേക്ക് വന്നതിന് ശേഷം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇവിടെ സ്റ്റോറേജ് ആൻഡ് ക്യാഷ് എന്നുള്ളതില്ലേ, അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. കാരണം നമ്മുടെ ഫോണിൽ ആദ്യമേ തന്നെ നമ്മുടെ കാര്യങ്ങളെല്ലാം റീഡ് ചെയ്തുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കുന്ന അതുപോലെ തന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഇത് എടുത്തിട്ടുണ്ട്. അതിനൊക്കെ നമ്മൾ ഇവിടെ നമ്മൾ
ക്ലിയർ ചെയ്ത് കൊടുക്കാനായിട്ട് ഇവിടെ ക്ലിയർ ക്യാഷെയും അതുപോലെ തന്നെ ക്ലിയർ സ്റ്റോറേജ് നിങ്ങൾ കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ എത്രയാണ് വേണ്ടത്? 1 hour വേണോ അതേ ആൾ ടൈം വേണോ എന്ന് 24 മണിക്കൂർ വേണോ എന്ന് ചോദിക്കുന്നു. അത് നമ്മൾ ആൾ ടൈം എന്ന് കൊടുക്കുക, ക്ലിയർ കൊടുക്കുക. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ചെയ്തതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ഇതിനെ ഡിസേബിൾ ചെയ്യാം. പക്ഷേ ഇത് ഡിസേബിൾ ചെയ്യുന്നത് കൊണ്ട് മാത്രം നമ്മുടെ ഫുള്ളായിട്ട് നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസുകൾ നഷ്ടപ്പെടുന്നത് നമുക്ക് ഒഴിവാക്കാനായിട്ട് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് സാധിക്കുമെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. കാരണം നമ്മുടെ ഫോണിലുമുണ്ട് ഇതേ ഒരു ആൻഡ്രോയിഡ് സിസ്റ്റം ഇൻ്റലിജൻസ് എന്നുകൊണ്ട് ഫോണിലുണ്ട്. അപ്പോൾ നമ്മൾ അതിലും കൂടി ഒന്ന് പോയി നോക്കേണ്ടതുണ്ട്. ഇതിൽ ഡിസേബിൾ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, നിങ്ങളതിന് വെറുതെ വിട്ടോളൂ. നമുക്കിതിനെ എങ്ങനെയാണ് നമ്മുടെ ഫോണിലൂടെ പോയി ഡിസേബിൾ ചെയ്യേണ്ടത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ബാക്കിലേക്ക് തന്നെ വരിക. ശേഷം നമ്മുടെ ഫോണിലുള്ള സെറ്റിങ്സിലാണ് നമ്മൾ പോകേണ്ടത്. ഞാൻ ഈ ഫോണിലുള്ള സെറ്റിങ്സ് ഞാൻ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. ശേഷം ഒന്ന് താഴേക്ക് സ്ക്രോൾ ചെയ്യുക. ഇവിടെ സെക്യൂരിറ്റി ആറ്റ് പ്രൈവസി എന്നൊരു ഓപ്ഷൻ കാണുന്നില്ല, അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം താഴേക്ക് സ്ക്രോൾ ചെയ്യുക. ഇവിടെ ഏറ്റവും താഴെയായിട്ട് മോർ സെക്യൂരിറ്റി ആൻഡ് പ്രൈവസി എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. നിങ്ങൾക്കത് കാണാൻ സാധിക്കുന്നില്ലെങ്കിൽ സെറ്റിങ്സിലേക്ക് തന്നെ തിരിച്ചു പോവുക. തിരിച്ചു പോയതിന് ശേഷം ഇവിടെ നിങ്ങൾ ആ ഒരു മോർ സെക്യൂരിറ്റി സെറ്റിങ്സ് എന്നൊന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് വരുന്നതായിരിക്കും. മോർ സെക്യൂരിറ്റി ആൻഡ് പ്രൈവസി എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്തതിന് ശേഷം കുറച്ച് താഴേക്ക് സ്ക്രോൾ ചെയ്യുക. ഇവിടെയും നമുക്ക് അവിടെ കണ്ടുവരുന്ന അതേ സെറ്റിങ്സ് തന്നെ നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. ആൻഡ്രോയിഡ് സിസ്റ്റം ഇൻ്റലിജൻസ് എന്നുള്ളത്, അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇവിടെ ഏറ്റവും താഴെയായിട്ട് ക്ലിയർ ഡാറ്റ കാണുന്നില്ലേ, അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ ആൾ എന്ന് കൊടുക്കുക. ഇവിടെയും ലാസ്റ്റ് 1 hour ഉണ്ട്, അതുപോലെ തന്നെ ലാസ്റ്റ് 24 hour ഉണ്ട്, അതുപോലെ തന്നെ ആൾ ടൈം എന്നുണ്ട്. നിങ്ങൾ ആൾ ടൈം എന്ന് കൊടുക്കുക, ക്ലിയർ ഡാറ്റ കൊടുക്കുക. ശേഷം ഇവിടെ കീബോർഡ് എന്ന് കാണുന്നില്ലേ, ആ കീബോർഡിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഷോ സ്മാർട്ട് ടെക്സ്റ്റ് സജസ്റ്റഡ് ഇൻ ദ കീബോർഡ് സജസ്റ്റഡ് ട്രിപ്പ് എന്ന് കാണുന്നില്ല, അതൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക. ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കൊടുത്താൽ തന്നെ നമ്മുടെ ഫോണിൽ നിന്ന് നമ്മൾ അറിയാതെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ടാപ്പ് ചെയ്യുന്നതും അതുപോലെ തന്നെ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസുകൾ നഷ്ടപ്പെടുന്നതൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. ശേഷം ഒന്നുകൂടി ബാക്കിലേക്ക് തന്നെ വരിക. ഇനി കാണിക്കാനായിട്ട് പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സെറ്റിങ്സ് ആണ്. ഇത് നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ ഫോണിൽ ചെയ്ത് വെക്കുക. ഒന്ന് താഴേക്ക് സ്ക്രോൾ ചെയ്യുക. താഴേക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഇവിടെ പ്രൊട്ടക്റ്റ് ഫ്രം ഓൺലൈൻ സ്കാമേഴ്സ് എന്നൊരു ഓപ്ഷൻ കാണുന്നില്ലേ, അത് നിങ്ങളുടെ ഫോണിൽ ഓഫായിട്ടാണ് കിടക്കുന്നതെങ്കിൽ നിങ്ങളതൊന്ന് ഓൺ ചെയ്ത് കൊടുക്കുക. കാരണം നമ്മുടെ ഫോണിൽ നമ്മൾ ഇൻ്റർനെറ്റിലൂടെ പല കാര്യങ്ങൾ നമ്മൾ സെർച്ച് ചെയ്യാറുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ സെർച്ച് ചെയ്യുന്ന സമയത്ത് ഈ ഓൺലൈനിൽ കൂടെയാണ് ഒരുപാട് സ്കാമേഴ്സ് നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസുകൾ അതുപോലെ നമ്മൾ വേണ്ടപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ കട്ടുകൊണ്ടുപോകുന്നത്, അതായത് മോഷ്ടിച്ചു കൊണ്ടുപോകുന്നത് ഇതിലൂടെയാണ്. അപ്പോൾ നമ്മളതിൽ നിന്നും നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു സെറ്റിങ്സാണ്. അത് നിങ്ങൾ ഓൺ ചെയ്ത് കൊടുക്കുക. ഓൺ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇവിടെ കുറച്ച് താഴെയായിട്ടാണ് ഇവിടെ എക്സ്റ്റെൻഡ് അൺലോക്ക് എന്നുള്ളതിൻ്റെ താഴെ ആൻഡ്രോയിഡ് സേഫ് ബ്രൗസിംഗ് എന്നൊരു ഓപ്ഷൻ കാണുന്നില്ലേ, ആ ഓപ്ഷനൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ശേഷം ഇവിടെ പ്രൊട്ടക്ഷൻ എന്നുള്ളതിൻ്റെ അവിടെ താഴെയായിട്ട് യൂസ് ലൈവ് ത്രെഡ് ഡിറ്റക്ഷൻ എന്ന ആ ഒരു ഓപ്ഷൻ നിങ്ങൾ ഓൺ ചെയ്ത് കൊടുക്കുക. ഇത്തരത്തിൽ ഓൺ ആയിരിക്കണം. ഇത്തരത്തിൽ നിങ്ങൾ ഓഫായിട്ടാണ് കിടക്കുന്നതെങ്കിൽ നിങ്ങൾ അതിൽ നിന്ന് ഓൺ ചെയ്ത് കൊടുക്കുക. ഈ 2 കാര്യം കൂടി ഓൺ ചെയ്ത് കൊടുത്താൽ തന്നെ നമ്മുടെ ഫോണിൽ നമ്മൾക്ക് വളരെ സേഫായിട്ട് തന്നെ ബ്രൗസ് ചെയ്യാനും നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസുകൾ നഷ്ടപ്പെടാതിരിക്കാനും ഒക്കെ നമുക്ക് സാധിക്കും. അതുമാത്രമല്ല നമ്മുടെ ഫോണിൻ്റെ ബാറ്ററി ചാർജ് കൂടുതൽ സമയം നമുക്ക് നിലനിർത്താനായിട്ട് സാധിക്കും. കാരണം ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഫോണിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ ഫോണിൻ്റെ ബാറ്ററി ചാർജ് പെട്ടെന്ന് തന്നെ കുറഞ്ഞു പോകുന്നത്. അത് നമുക്ക് ഇതിലൂടെ നമുക്ക് പരിഹരിക്കാനായിട്ട് സാധിക്കും. ഇത്രയും കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് ഉദ്ദേശിച്ചത്. ഇതൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം.